ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. റോയുടേതായി കണ്ടെത്തിയ ഡയറി കുറിപ്പുകളെ ആത്മഹത്യാക്കുറിപ്പായി പരിഗണിക്കാനാകില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും താൻ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണെന്നും റോയ് ഡയറി കുറിപ്പിൽ കുറിച്ചിരുന്നു. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ഇതിൽ ഉള്ളതെന്നായിരുന്നു വിവരം. വൈകാരികമായ കുറിപ്പിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും വിവരങ്ങളും പരാമർശിച്ചിരുന്നു. അതേസമയം റോയ് സ്വയം വെടിയുതിർത്ത ഓഫീസിലെ ക്യാബിനിൽ മറ്റാരെങ്കിലും അതിക്രമിച്ചു കയറിയതിന് തെളിവില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവ സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും. റോയുടെ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. റോയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ CCTVകൾ പ്രവർത്തനരഹിതമായത് സംബന്ധിച്ച് ഇവരോട് വിവരങ്ങൾ തേടി. ജനുവരി 30-നാണ് CJ റോയ് ബാംഗ്ലൂരിലെ സ്വന്തം സ്ഥാപനത്തിൽ ജീവനൊടുക്കിയത്. 57-കാരനായ റോയ് ഓഫീസ് മുറിക്കുള്ളിൽ കയറി സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. ഈ സമയം ഓഫീസിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ക്യാബിനിൽ ചില ഡോക്യുമെന്റുകൾ ഉണ്ടെന്നും അതെടുത്തു വരാമെന്നും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് റോയ് അകത്തേക്ക് പോയി. മിനിറ്റുകൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ വെടിവെച്ചയാണ് കേട്ടത്. ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ തള്ളിയിരുന്നു.